കാസർഗോഡ് ബേവിഞ്ചിയിൽ ദേശീയപാതയോരത്ത് മണ്ണിടിച്ചിൽ. കുന്നിൻ മുകളിലെ വീടുകൾ അപകടാവസ്ഥയിലാണ്. പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കുന്ന് ഇടിഞ്ഞ് ചില ഭാഗങ്ങളിൽ ഇരുന്നു പോയിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക? തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് ദേശീയപാതയിൽ സംഭവിച്ചിട്ടുള്ളത്. ബേവിഞ്ചയിലാണ് ഒരു ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി എടുത്ത ഭിത്തിയുടെ ഒരു ഭാഗം തന്നെ അടർന്ന് റോഡിലേക്ക് വീണിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിനും കുന്നിൻ മുകളിൽ നിരവധിയായ വീടുകളുമുണ്ട്. അവിടെയുള്ള ആളുകൾ നിലവിൽ മാറി താമസിച്ചിരിക്കുകയാണ്. അപ്പം ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് ഒരു വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിയിട്ടിരുന്നു. അപ്പോൾ ഏതായാലും പൂർണ്ണമായും തന്നെ ഗതാഗതം തടസ്സപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല തിരക്കുള്ള ദേശീയപാതയാണ്. തിരക്കുള്ള സമയം കൂടിയായിരുന്നു ഇത്തരത്തിൽ അപകടം. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്തായിരുന്നു. പക്ഷേ അത്തരത്തിൽ വാഹനങ്ങൾ അടിയിൽപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. അവിടെ 4 പേർ ഇതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നു. ബസ്സിൽ കയറി പോയി നിമിഷങ്ങൾക്കിപ്പുറമാണ് മണ്ണിടിഞ്ഞ് ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് വീണത് എന്നുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ അപകട സാധ്യത കൂടുതലായി നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. മഴ തുടരുന്നതോടുകൂടി ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം രാഹുൽ, നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ ഒരു മണ്ണ് മാറ്റാൻ വേണ്ടി ഒരു JCB അവിടേക്ക് എത്തിയിട്ടുണ്ട്. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടൊന്നും പെട്ടെന്ന് ഈ ഗതാഗതം ഒന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെ, തീർച്ചയായും ആ ഒരു മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണിക്കൂറുകളെങ്കിലും വേണ്ടിവരും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് അടുത്തുപോയി മണ്ണ് നീക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. നേരത്തെയും ഈ സ്ഥലത്ത് അപകട ഭീഷണി സംബന്ധിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതാണ്. ആളുകൾ വലിയ രീതിയിലുള്ള ആശങ്കയൊക്കെ അറിയിക്കുകയും ചെയ്ത സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ വിധത്തിൽ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. സോയിൽ നെയിലിംഗ് ഒക്കെ, അതായത് മണ്ണിടിച്ചിൽ തടയുന്നതിന് വേണ്ടി സോയിൽ നെയിലിംഗ് ഉൾപ്പെടെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഈ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന വിധത്തിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് വന്നില്ല എന്നാണ് ഈ അപകടം തെളിയിക്കുന്നത്. ആളുകൾ കുടുങ്ങി പോയിട്ടില്ല എന്നതാണ് വളരെ ആശ്വാസം. അതിന് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 4 പേർ ബസ് കാത്ത് നിന്നിരുന്നു. ബസ്സിൽ കയറി പോയി നിമിഷങ്ങൾക്കകമാണ് അതിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത് നിരവധി വീടുകൾ, കുടുംബങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറിയിരിക്കുകയാണ്. അവർക്കുള്ള ഒരു സ്ഥിരം സംവിധാനം കൂടി ഒരുക്കേണ്ടതായി വരും എന്ന് തന്നെ നിലവിൽ മനസ്സിലാക്കുകയാണ്. വീണ്ടും ഇടിയാനുള്ള സാധ്യതയുമാണ് നിലനിന്ന് വരുന്നത്. ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. കുറെ സമയം വേണ്ടിവരും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. പക്ഷേ അതിനൊപ്പം തന്നെ നിലനിൽക്കുന്ന രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ പറഞ്ഞതുപോലെ ഇത് വലിയൊരു ഭീഷണിയാണ്. മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും.